എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേബി ഗേള്, ധീരം, വലതുവശത്തെ കള്ളൻ, ബൾട്ടി എന്നീ സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാണ് വന്നിരിക്കുന്നത്. വിലായത്ത് ബുദ്ധ നല്ല ഹൈപ്പിലാണ് വന്നത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല. സിനിമ റിലീസായി മാസങ്ങളായി, ഇതുവരെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആയിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. വിലായത്ത് ബുദ്ധ മാർച്ച് ആദ്യ വാരം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവരാണ്. എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയിൽ അഭിനയിച്ച ഈ ഒരു സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് ലഭിച്ചത്. ഈ ഒരു സിനിമ വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഈ ഒരു സിനിമ മാർച്ച് ആദ്യ വാരം ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയെ പറ്റിയാണ്. ഷൈനികൻ നായകനായ ഈ ഒരു സിനിമ കുറെ കാലമായി തിയേറ്ററിൽ നിന്ന് റിലീസായിട്ട്, പക്ഷെ ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആയിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമയാണ് വേല. പക്ഷെ ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മാർച്ച് ആദ്യ വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ സിനിമയാണ്. പക്ഷെ ഇതുവരെയായി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ വെയിറ്റിംഗിലാണ്. മമ്മൂട്ടിയുടെ സിനിമയായിട്ട് പോലും OTTയിൽ ബസൂക്ക വരുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ പ്രകാരം C5 ആയിരുന്നു ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇത്രയും കാലമായും C5 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇതിനർത്ഥം C5 ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാർച്ച് ആദ്യ വാരം റിലീസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു സിനിമ റിലീസാക്കാൻ പോകുന്നത്. നിവിൻ പോളി, മമിത ബൈജു എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യ വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയാണ് ജിന്ന്. തിയേറ്ററിൽ നല്ല അഭിപ്രായമാണ് ഈ ഒരു സിനിമ നേടിയത്. പക്ഷെ ഈ ഒരു സിനിമ റിലീസായിട്ട് വർഷങ്ങളായി, ഇതുവരെ OTT റിലീസ് ആയിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യ വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഖജുറഹോ ഡ്രീംസ് എന്ന മലയാള സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റോഡ് ട്രിപ്പ് സിനിമയാണ്. അർജുൻ അശോക്, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2025 ഡിസംബർ 5-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. മാർച്ച് അവസാന വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദ ബ്ലഫ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നായികയായി വന്നിരിക്കുന്നത് പ്രിയങ്ക ചോപ്രയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമും. ഈ ഒരു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മസ്തിഷ്ക മരണം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ത്രില്ലർ ഫാന്റസി സിനിമയാണ് മസ്തിഷ്ക മരണം. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രജിഷ വിജയൻ, ദിവ്യ പ്രഭ, സന്ദീപ് ബാലകൃഷ്ണൻ, മണിയമ്പിള്ള രാജു എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ 1 മാസം കഴിഞ്ഞ് തന്നെ സോണി ലീവിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ധീരം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ ലഭ്യമാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമുമാണ്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇന്ദ്രജിത്ത് സുകുമാരൻ, അജു വർഗീസ്, ദിവ്യ പിള്ള, മറ്റു പുതിയ കഥാപാത്രങ്ങളാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോനാണ്. ഈ ഒരു കഥ കുറ്റകൃത്യത്തെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മാർച്ച് പകുതിയാവുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം OTTകൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.